ജുമാദൽ-ഊല മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ഓർക്കുന്ന അനുസ്മരിക്കുന്ന മാസമാണ്. റിഫായി ശൈഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ റിഫായി ത്വരീഖത്ത് എന്ന മഹത്തായ ഒരു ത്വരീഖിൻ്റെ സ്ഥാപകനാണ്. അവിടുന്ന് അള്ളാഹുവിലേക്ക് അടുത്തതിൽ, അവിടെ അള്ളാഹുമായി അവിടുന്ന് സാമീപ്യം കരസ്ഥമാക്കിയതിൽ അവിടുത്തെ ചരിത്രങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറയുന്ന കാര്യം മഹാനവറുകൾ സഹജീവി സ്നേഹമുള്ളവരായിരുന്നു എന്നാണ്. മനുഷ്യരോടും മനുഷ്യരല്ലാത്തവരോടും സർവ്വജന്തുക്കളോടും അഗാധമായ കാരുണ്യത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. എത്രത്തോളം ശത്രുക്കളോട് പോലും കാരുണ്യം, അഗാധമായ കാരുണ്യം. റിഫായി ഷേഖിൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടി ഒരു കള്ളൻ വന്ന സംഭവം നമുക്കറിയാം. റിഫായി ഷേഖ് പെട്ടെന്ന് കയറി വന്നപ്പോൾ കള്ളനെ കണ്ടപ്പോൾ കള്ളനാകെ ബേജാറായിപ്പോയി. വീടിൻ്റെ ഉടമസ്ഥനല്ലേ വന്നിക്കണേ, ഞാൻ പൊട്ടുപോയി എന്ന് കള്ളൻ തീരുമാനിച്ചു. പക്ഷേ റിഫായി ഷെയ്ഖ് ഈ ധാന്യമെടുക്കുന്നതായിട്ടാണ് കണ്ടത്. ധാന്യമെടുക്കുന്നത് കണ്ടപ്പോൾ ഇതേത് ധാന്യ? തൊലി കളയാത്ത ധാന്യ. പെട്ടെന്ന് ഈ കള്ളൻ ഈ ധാന്യമൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ റിഫായി ഷെയ്ഖിനെ കണ്ടപ്പോൾ കള്ളൻ ബേജാറായി. പക്ഷേ റിഫായി ഷെയ്ഖ് പറഞ്ഞു, അതെടുക്കണ്ട, അതെടുത്താൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് ഉപയോഗിക്കാൻ. അതുകൊണ്ട് വായോ, തൊലി കളഞ്ഞു വെച്ചത് വേറെ ഉണ്ട്, എടുത്തു തരാം എന്ന് പറഞ്ഞ് കള്ളനെ കൂടെ കൊണ്ടുപോയി. ചാക്കെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, കീസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു. എന്തിനാത് ഇത് കൊണ്ടുപോവാനേ, കീസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു. അങ്ങനെ ധാന്യമൊക്കെ എടുത്തു കൊടുത്തു. എന്ന് മാത്രമല്ല, മഹാനവറുകൾ ആ നാട് വിട്ടുകടക്കുന്നത് വരെ, ഉമ്മു അബീദയുടെ അതിർത്തി കഴിയുന്നത് വരെ ഈ കള്ളനോടൊപ്പം പോവാണ്. നിൽക്ക്, ഞാനും വരാം, ഒറ്റക്ക് പോകണ്ട, ഇതുകൊണ്ട് പോണത് കണ്ടാൽ ആരെങ്കിലുമൊക്കെ കണ്ടാൽ വിചാരിക്കും എവിടുന്നോ കട്ടുകൊണ്ടുപോവുകയാണെന്ന്. അപ്പോൾ ഒറ്റക്ക് പോകണ്ട, ഞാനും വരാമെന്ന് പറഞ്ഞ് ഉമ്മു അബീദയുടെ അതിർത്തി വരെ കള്ളനോട് കൂടെ പോയി കള്ളനെ യാത്രയാക്കി. അത്ര പോലും സഹജീവികളോട് സ്നേഹമുള്ള ഒരു മനുഷ്യൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. അതുകൊണ്ട് അള്ളാഹു അവർക്ക് വലിയ സ്ഥാനവും വലിയ മഹത്വവും ഒക്കെ നൽകി. ഒരുപാട് ആളുകളെ ദീനിലേക്ക് നയിക്കാൻ, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ മഹാനവറുകളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതവും അവിടേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഇതുപോലെ സഹജീവികളോട് സ്നേഹമുള്ള, മറ്റുള്ളവർക്ക് നമ്മിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിനെ പഠിക്കാൻ കഴിയുന്ന ജീവിതമാകണം നമ്മുടെ പ്രവർത്തനത്തിൽ. മറ്റുള്ള മതസ്ഥരോടും നമ്മുടെ മതസ്ഥരോടും സഹജീവികളോടും ജന്തുക്കളോടുമൊക്കെയുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ആ ഒരു മാതൃക നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അതാണ് മഹാനായ റിഫായി ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.